അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമദാൻ മാസം എത്ര വേഗത്തിലാണ് നമ്മളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. റമദാൻ മാസത്തിൽ സാധാരണ നമ്മൾ പറയാറുള്ള കാര്യമാണ്, അത് വേഗത്തിൽ ഇങ്ങ് വരും, അതുപോലെ വേഗത്തിൽ അങ്ങ് തിരിച്ചു പോവുകയും ചെയ്യും എന്ന്. യഥാർത്ഥത്തിൽ റമദാൻ മാസത്തിന് മാത്രമായി എന്തെങ്കിലും ഒരു വേഗത ഉള്ളത് കൊണ്ടല്ല, നാം കൂടുതൽ ശ്രദ്ധിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ അനുഭവപ്പെടുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ സമയം എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. അത് മനുഷ്യ ജീവിതത്തിൽ നൽകപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രാധാന്യമേറിയിട്ടുള്ള മൂലധനമാണ്. ഒരു കൂട്ടർ പറയുന്നത് നേരം പോക്കിന് ഉള്ള ഉപാധികൾ എന്തെങ്കിലുമൊക്കെ വേണം എന്നാണ്. അവരുടെ പരാതി ഒന്നും നേരം പോകുന്നില്ല എന്നാണ്. എന്നിട്ട് അതിനാവശ്യമായ വിനോദങ്ങളും നേരം പോക്കിനുള്ള ഉപകരണങ്ങളും നിർമ്മിക്കുകയും വിപണനം ചെയ്യുകയും ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ട് അവരിങ്ങനെ സമയം തള്ളി നീക്കാൻ വേണ്ടി മുന്നോട്ട് പോവുകയാണ്. അതേ സമയത്ത് മറ്റൊരു കൂട്ടർ പറയുന്നത് ഒന്നിനും നേരം തികയുന്നില്ല എന്നാണ്. അതുകൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ, ജോലികൾ ബാക്കിയാണ്, ബന്ധങ്ങൾ പുലർത്താൻ കഴിയുന്നില്ല, ആരോടും ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നൊക്കെയാണ്. യഥാർത്ഥത്തിൽ എന്താണ്? എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് സമയം നൽകപ്പെടുന്നത്. ഏത് കാലത്തും അങ്ങനെയാണ്. ആ സമയത്തെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തുന്നവനാരോ അവനാണ് ജീവിത വിജയം കൈവരിക്കാൻ സാധിക്കുക. ഐശു കച്ചവടക്കാരനെ പോലെയാണ്. നേരം പോകുന്നതിനനുസരിച്ച് തന്റെ മൂലധനമാണ് ഉരുകിത്തീരുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ അവൻ ചരക്ക് എത്രയും പറ്റുന്നു വിറ്റഴിക്കാൻ പരിശ്രമിക്കും. ഇതുപോലെ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള സമയമെന്ന മൂലധനത്തെ നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കുവാനും വേണ്ടി പരമാവധി നാം പരിശ്രമിക്കുമ്പോൾ നമുക്ക് വിജയിക്കാൻ, ഇരുലോകത്തും വിജയിക്കാൻ നമുക്ക് കഴിയും. ഇസ്ലാമിലെ അനുഷ്ഠാനങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ഇത് നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. നമസ്കാരം എന്ന് പറയുന്നത് സമയബന്ധിതമായ ആരാധനാകർമ്മമാണ്. നോമ്പ് ആരംഭിക്കുന്നതിന് നേരമുണ്ട്, അവസാനിക്കുന്നതിന് നേരമുണ്ട്. സക്കാത്ത് അങ്ങനെ തന്നെയാണ്. അതിന്റെ അളവും കൃത്യതയും ഒക്കെ സമയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാൽ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള സമയത്തെ ഏറ്റവും നന്നായി പ്രയോജനപ്പെടുത്താൻ നമുക്കായാൽ നമുക്ക് ജീവിത വിജയം നേടാൻ കഴിയും. അള്ളാഹു നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.